ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുനമ്പം ഭൂമി പ്രശ്നം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സുന്നി സംഘടനകൾ അപ്പീൽ നൽകുവാൻ ആവശ്യപ്പെടും. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സുന്നി സംഘടനകൾ നാളെ മന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തും. മുനമ്പം വിഷയത്തിലെ ഹൈക്കോടതി വിധിയിൽ വഖഫ് ബോർഡിനോട് അപ്പീൽ നൽകുവാൻ ആവശ്യപ്പെടും. ന്യൂനപക്ഷ സമ്മേളനത്തിലും വിഷയം ഉന്നയിക്കും. ഇതുമായി ബന്ധപ്പെട്ട സുന്നി സംഘടനകൾ കൊച്ചിയിൽ യോഗം ചേർന്നു. നിലവിൽ സർക്കാർ ഇതുമായി മുന്നോട്ടു പോകുന്ന കാര്യങ്ങളിൽ സുന്നി സംഘടനകളെ കൂടി പരിഗണിക്കണമെന്നും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നും യോഗത്തിൽ പ്രധാനമായും ഉയർന്നു ആവശ്യങ്ങൾ. മുനമ്പം നിവാസികളുടെ സമരം ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസകരമായ വിധി വരുന്നത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സമരക്കാർ റവന്യൂ അവകാശങ്ങൾ കൂടി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ടായത്. ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണെന്ന വാദം നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിന് നൽകിയ ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 69 വർഷത്തിന് ശേഷം എന്തിനാണ് വഖഫ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതെന്നും ഇത്രയും നാൾ ഉറങ്ങുകയായിരുന്നോ എന്നും കോടതി വിമർശിച്ചിരുന്നു. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴ കെ സുരേന്ദ്രന് ഹൈക്കോടതി നോട്ടീസ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴ കേസിൽ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസ്. കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹർജിയിലാണ് നോട്ടീസ്. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാൻ കോഴ നൽകിയെന്നാണ് കേസ്. കെ സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സെഷൻസ് കോടതി വിധിയിൽ പിഴവുണ്ടെന്നും നിയമവിരുദ്ധമാണ് എന്നുമാണ് അപ്പീലിൽ സർക്കാരിന്റെ വാദം. പോലീസ് നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തത്. പ്രതി നൽകിയ സാക്ഷിമൊഴി മാത്രം പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. തെളിവായി സ്വീകരിക്കുവാൻ കഴിയാത്ത രേഖകൾ പരിഗണിച്ചാണ് സെഷൻസ് കോടതിയുടെ നടപടി. SC/ST നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നിലനിൽക്കും എന്നെല്ലാമാണ് സർക്കാരിന്റെ വാദം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനായി കോഴ നൽകി എന്നാണ് ബദിയടുക്ക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ 2 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കോഴ നൽകി എന്നാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 നേതാക്കൾക്കെതിരായ ആരോപണം. ഹിജാബ് വിവാദം സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലത്. മാനേജ്മെന്റ് താൽപര്യം നടപ്പിലാക്കുന്ന PTA ആണ് ഇപ്പോഴുള്ളത്. അത് മാറണം. മന്ത്രി വി ശിവൻകുട്ടി. ഹിജാബ് വിഷയത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലത്. സമവായമുണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പഠനം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്നും മാറിയിട്ടുണ്ട്. രക്ഷിതാവിന് പ്രശ്നമില്ല. ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കുവാൻ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ക്ലാസിൽ കുട്ടിയെ ഇരുത്തിയില്ല എന്ന പരാതിയിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റിപ്പോർട്ട് നൽകി. സ്കൂളിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായമുണ്ടെങ്കിൽ നല്ലത്. ചിലർ വർഗീയ വിദ്വേഷം പരത്തുവാൻ ശ്രമിക്കുന്നു. അത് അനുവദിക്കില്ല. മാനേജ്മെന്റ് താൽപര്യം നടപ്പിലാക്കുന്ന PTA ആണ് സ്കൂളിൽ ഇപ്പോഴുള്ളത്. അത് മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഒരു കുട്ടിയുടെ അവകാശം നിഷേധിക്കുവാൻ കഴിയില്ല. എന്തിന്റെ പേരിലാണെങ്കിലും അനുവദിക്കാനാകില്ല. പ്രശ്നം ഇവിടെ വച്ച് അവസാനിപ്പിക്കണം. കേരളത്തിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതെല്ലാം ആലോചിച്ച് മുന്നോട്ടു പോകണം. വിഷയം ചിലർ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായതിനാലാണ് വിഷയം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത്. DCC പ്രസിഡന്റും ഹൈബി ഈഡനും ഇടപെട്ടു പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അവരെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാലും MP എന്ന നിലയിൽ ഇടപെട്ട് പരിഹരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യ AI ഫിലിം മേക്കിംഗ് കോഴ്സുമായി സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉദ്ഘാടനം ചെയ്ത് കമൽഹാസൻ. ഇന്ത്യയിലെ ആദ്യ സമഗ്ര AI ഫിലിം മേക്കിംഗ് കോഴ്സുമായി സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് വരുന്നു. storytelling.com എന്ന പോർട്ടലും സ്കൂളിന്റെ ലോഞ്ചും നടനും MP-യുമായ കമൽഹാസൻ പ്രകാശനം ചെയ്തു. സംരംഭത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസ അറിയിച്ചു. കേരളം ലോകത്തിന് എന്നും മാതൃകയായിട്ടുള്ള അതിന്റെ സാമൂഹിക വികസന സൂചികയ്ക്കും കാലോചിതമായ സാങ്കേതിക വിദ്യകളെ സ്വാംശീകരിക്കുന്നതിനുമുള്ള ഇച്ഛാശക്തിക്കും ശക്തി പകരുന്ന വിധം ഒരു AI അധിഷ്ഠിത ഫ്യൂച്ചർ സ്റ്റോറി ടെല്ലിംഗ് സ്കൂൾ ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി ആസ്ഥാനമായി ഹൈബ്രിഡ്
മാതൃകയിലുള്ള AI ഇന്റഗ്രേറ്റഡ് ഫിലിം മേക്കിംഗ് കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ സ്കൂളിൽ നിന്നും ഉണ്ടാവുക. AI ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ട്രെയിനറും മാധ്യമപ്രവർത്തകനുമായ വരുൺ രമേശാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. തെന്നിന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരായ സിനിമാ പ്രവർത്തകരും AI സാങ്കേതിക രംഗത്തെ പ്രമുഖരും അടങ്ങുന്ന ടീമാണ് സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അറസ്റ്റിലായവരെ ജനക്കൂട്ടത്തിന് വിട്ടു നൽകണം. സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അസം ജയിലിന് പുറത്ത് സംഘർഷം. പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അസമിൽ സംഘർഷം. ബക്സ ജില്ലാ ജയിലിന് മുൻപിലാണ് സംഘർഷം. സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അറസ്റ്റിലായ 5 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കോടതി ഉത്തരവിനെ തുടർന്നാണ് സംഘർഷം. പ്രതികളെ ജനക്കൂട്ടത്തിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജയിലിന് മുൻപിൽ പ്രതിഷേധം നടത്തിയത്. അറസ്റ്റിലായവരുമായി എത്തിയ വാഹനം ജില്ലാ ജയിലിന് മുൻപിൽ തടഞ്ഞു. തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. വാഹനവ്യൂഹത്തിന് നേരെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞു. ആക്രമണത്തിൽ പോലീസ് വാൻ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാക്കാനും ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാനും പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. എന്നാൽ ജനക്കൂട്ടം അക്രമാസക്തമായി. ബഹളത്തിനിടെ ഒരു പോലീസ് വാഹനം കത്തിച്ചു. സെപ്റ്റംബർ 19-നാണ് ഗായകൻ സുബീൻ ഗാർഗ് സിംഗപ്പൂരിൽ വെച്ച് മരണമടയുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ സുബീൻ ഗാർഗ് സ്കൂബ ഡൈവിംഗിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചെന്നാണ് വിവരം പുറത്തുവന്നിരുന്നത്. എന്നാൽ ഗായകന്റെ മരണം സ്കൂബ ഡൈവിംഗിനിടെ അല്ലെന്നും സെന്റ് ജോൺസ് ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ മുങ്ങി മരിക്കുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാന്റെ ഡ്രോൺ ആക്രമണം. കാണ്ഡഹാറിൽ ഏറ്റുമുട്ടൽ. പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി അഫ്ഗാനിസ്ഥാൻ. കാണ്ഡഹാറിലെ ഷോറാബക് ജില്ലയിൽ അഫ്ഗാൻ പാക് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ. അഫ്ഗാൻ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ അഫ്ഗാൻ താലിബാൻ പുറത്തുവിട്ടു. ഡസൻ കണക്കിന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. കാണ്ഡഹാറിലെ സ്പിൻ ബോൾഡാക് ജില്ലയിൽ ഇന്ന് രാവിലെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണങ്ങളിൽ 12 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് അറിയിച്ചു. ആക്രമണത്തിൽ 100-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ 80ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. മറുപടിയായാണ് പാക് സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. മേഖലയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ എത്തിയതിന് പിന്നാലെ കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനു നൽകിയ തിരിച്ചടിയിൽ 58 പാക് സൈനികരെ വധിച്ചതായി താലിബാൻ അവകാശപ്പെട്ടു. എറണാകുളത്ത് വോട്ട് ചോരി. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 6557 ഇരട്ട വോട്ടുകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ മുഹമ്മദ് ഷിയാസ്. എറണാകുളത്ത് വോട്ട് ചോരി നടന്നെന്ന ആരോപണവുമായി ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 6557 ഇരട്ട വോട്ടുകൾ നടന്നു. 27 തദ്ദേശ സ്ഥാപനങ്ങളിലായാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത്. ഒരേ പേരുകൾ, ഒരേ മേൽവിലാസം. ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മുഹമ്മദ് ഷിയാസ് പരാതി നൽകി. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ അബിൻ വർക്കിയെ തോളിലേറ്റി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. വിശ്വാസ സംരക്ഷണ ജാഥാവേദിയിലേക്കാണ് അബിൻ വർക്കിയെ പ്രവർത്തകർ തോളിലേറ്റെത്തിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടായിരുന്നു. അതിനിടെ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംഭവത്തിൽ ഇടപെട്ട് മുദ്രാവാക്യം വിളിക്കരുതെന്ന് പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നിർത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയാണ് KPCC വിശ്വാസ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ മധ്യമേഖലാ യാത്ര ബെന്നി ബെഹനാൻ MP യാണ് നയിക്കുന്നത്. ജാഥ ഉദ്ഘാടനത്തിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.